ചങ്ങായിമാരെ, അമ്മ കുറച്ചായി പറയുന്നത് കാട് വൃത്തിയാക്കേ. വീട്ടിൻ്റെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് നല്ലോണം കാട് പിടിച്ച പോലെയുണ്ട് കാണേ. എന്നാൽ പിന്നെ അങ്ങ് തുടങ്ങാമല്ലേ. ഒരു മൂലക്ക് നിന്നങ്ങ് തുടങ്ങിക്കളഞ്ഞ്. ആ കാട് പിടിച്ചതിൻ്റെ ഉള്ളിൽ തുളസിയും മാവിൻ തൈയും ഉണ്ടെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിന്. അതിനൊന്നും പറ്റാതെ വേണം കാട് വൃത്തിയാക്കാൻ. ഇപ്പം ഏകദേശം പാതി കഴിഞ്ഞ്. അതിൻ്റെ ഇടക്ക് അമ്മ പറയുന്നുണ്ട്, നോക്കണേ അതിനുള്ളിൽ വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണി കിട്ടുമായിരുന്നു. ജഗതിച്ചേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ എന്നുള്ളൊരു ടൈപ്പിലാണുള്ളത്. ഇത് ചെത്തിയിട്ട് തീരാത്ത പോലെ. എന്നാലോ ഒരു ആവേശത്ത് തുടങ്ങിയതാണെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു ലക്ഷ്യം കണ്ടു തുടങ്ങി. എന്നാപ്പാ പറയുക, ചെത്തിയിട്ടും തീരാത്ത ഒരു ഫീല്. ആങ്കിൽ അടിയിലാങ്കിലും മുറ്റു പോലെയുണ്ട്. പക്ഷെ എന്നാലും പരിപാടി കഴിയാനായി കേട്ടോ. ഏകദേശം കഴിയാനായിട്ടാണ് ഉള്ളത്. ശരീരം അനങ്ങിയതിൻ്റെ അറിയാനുണ്ട്. അതിൻ്റെ ഇടക്ക് കാണാൻ അമ്മ വെള്ളം കൊണ്ടുതന്ന് ഓടിക്കുക. ഒരാശ്വാസമായി മോനെ വെള്ളം കുടിച്ചപ്പോൾ. എന്നിട്ട് അമ്മ എന്തെല്ലോ പറയുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. അത് ഇങ്ങനെയെന്നല്ലോ തുടങ്ങിയതല്ലേ, ഇനി തീരാൻ പോകുന്നതാണ്. ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ആയി. ഇനി ഈ കാട്ടിക്കരി കളിക്കാം. അതിൻ്റെ മതിലിനടുക്കിയുള്ള വള്ളിയും മറ്റ് നൂലാമാലകളും എല്ലാം ഉണ്ട് ആടിയിടിയിലായിട്ട്. അത് പോക്കെയാ കുഴപ്പമില്ല. കൈമേൽ കത്തിയും ഒരു വടിയെല്ലാം ഉള്ളതുകൊണ്ട് പരിപാടി വേഗം കഴിയുന്നുണ്ട്. പക്ഷെ എന്നാലും തീർക്കാണ്ടില്ല. തുടങ്ങിയല്ലേ, തുടങ്ങി വെച്ചുകൊണ്ട് എന്തായാലും തീർത്താളിയാ. ഇടയ്ക്കൊരു മടുപ്പെടുക്കുന്നുണ്ടെങ്കിലും വീട്ടിൻ്റെ മുൻവശമല്ലേ, ഒരു വൃത്തിയായിട്ട് നോട്ടെ. അപ്പോൾ ഏകദേശം ഒരു വടീനെ കൊണ്ട് നമുക്ക് തുറന്ന് കയറി വള്ളി എടുക്കാനുള്ള കളി കളിച്ചുകൊണ്ട് നിൽക്കുന്ന. വള്ളി മുറ്റിലാണ് നിൽക്കുന്നുണ്ട്. പക്ഷെ കിട്ടി. കിട്ടാണ്ട് വിടാനാ നമ്മളാ. അങ്ങനെ കിട്ടി. ഏകദേശം ഒരു കൂന പോലെ ആയിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് ഒരു മൂലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങ് കിട്ടിയേ. പക്ഷേ ചെത്തിയനെ എന്നാൽ ഒരു മല പോലെയുണ്ട് കാണേ. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടാണുള്ളത്. തളർന്നു പോനെ. അമ്മ പറഞ്ഞ പോലെ അമ്മേൻ്റെ മാവിൻ തൈയും തുളസിയും എല്ലാം അങ്ങനെ തന്നെ ബാക്കി വെച്ചിട്ട് എല്ലാം ക്ലിയറാക്കി. കാണുമ്പം തന്നെ ഒരു രസമില്ല അല്ലേ മുൻവശം. ഇപ്പോൾ കണ്ട മാവിൻ തൈയും തുളസിയും അവിടെ നിവർന്ന് നിൽക്കുന്ന, അതിനെ തൊടാത്തതുകൊണ്ട് കണ്ട. കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ, പരിപാടി സക്സസ്സായി, വിജയിച്ച്.